ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. PV അൻവർ MLAയുടെ ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ അസാധാരണ പ്രഖ്യാപനം പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ. ഫോൺ വിളി വിവാദത്തിൽ പത്തനംതിട്ട SP സുജിത് ദാസിന് സസ്പെൻഷൻ. പോലീസിനെ അച്ചടക്കം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. സേനാംഗങ്ങൾ അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് പൊളിക്കരുത്. പോലീസ് സേനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. എത്ര ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും പിണറായി. പുതിയ വെളിപ്പെടുത്തലുമായി PV അൻവർ MLA. സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ADGPയുടെ സംഘം സ്വർണം കടത്തി. കവടിയാറിൽ ADGP അജിത് കുമാർ ആഡംബര വീട് പണിയുന്നു. നാളെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും അൻവർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സിമി റോസ്ബെൽ ജോൺ. വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത നേതാക്കൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തെന്ന് സിമി. VD സതീശൻ എതിരാളികളെ വെട്ടിനിരത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട്. ഈ പോക്ക് പോയാല് 1.5 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒരു ക്രൈറ്റീരിയ മെറിറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുകയാണ്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സിമി റോസ്ബെൽ ജോൺ കേരള വിഷൻ ന്യൂസിനോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ തലത്തിൽ കൂട്ടായ്മ. നീതിപൂർവമായ അന്വേഷണവും വിചാരണയും നടപ്പാക്കണമെന്നാവശ്യം. നിയമ നടപടി തുടരാത്ത സ്ത്രീകളെ വേട്ടയാടരുതെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് സുപ്രീം കോടതിയിലെ അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ 72 പേർ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയിൽ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഹർജിയിൽ. ആരോപണങ്ങൾ പരാതിക്കാരി നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചതെന്നും സിദ്ദിഖ്. കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ.